ഈ വലിയ കമ്പനികളുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലേക്ക് മാറുന്ന സമയത്ത് പല കമ്പനികളിലും പല പെയിൻസ് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കളുടെ സ്ഥാപനങ്ങളിൽ പോലും ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഏതൊരു ബിസിനസ്സിനും അവരുടേതായിട്ടുള്ള കുറെ ലോക്കൽ പെയിൻ പോയിന്റ്സുകൾ ഉണ്ടാവും. ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് ലോക്കൽ പെയിൻ പോയിന്റ്സ്. അത് ഇപ്പോൾ വലിയ വലിയ കമ്പനികളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവരൊക്കെ ഇന്റർനാഷണൽ ആണ്. അവരെ സംബന്ധിച്ചുള്ള ഈ ലോക്കൽ പെയിൻ പോയിന്റ്സ് അവരെ സംബന്ധിച്ചുള്ള സിമ്പിളാണ്. അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടൈൽസ് കട നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് അർജുൻ ഒരു ടൈൽസ് കട ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു 500 പീസ് സ്റ്റോക്ക് കയ്യിലുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് 500 പീസ് അപ്പം തന്നെ ഓർഡർ ചെയ്യാണ്. അർജുൻ്റെ സെയിൽസ്മാൻ നോക്കുമ്പോൾ ഓക്കെ സിസ്റ്റത്തിൽ സ്റ്റോക്ക് ഉണ്ട്, അയാൾ ഓർഡർ എടുത്തു, ഡെലിവറി ചെയ്യാന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അയാൾ പറഞ്ഞത് എന്താ, എനിക്ക് 2 ആഴ്ച കഴിഞ്ഞ് ഡെലിവറി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് വന്നിട്ട് അയാൾ പോവുകയാണ്. അടുത്ത നിമിഷം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേറൊരു കസ്റ്റമർ വരുന്നു, വേറൊരു സെയിൽസ്മാൻ അയാൾ അറ്റൻഡ് ചെയ്യുന്നു. അയാളും ഒരു 300 ബോക്സോ അല്ലെങ്കിൽ 400 ബോക്സോ ടൈൽസ് ഡിമാൻഡ് ചെയ്യുന്നു. അടുത്ത സെയിൽസ്മാൻ നോക്കുമ്പോൾ സിസ്റ്റത്തിൽ എത്ര 500 സ്റ്റോക്ക് ഉണ്ട്, അയാൾ 400 സ്റ്റോക്ക് ബില്ലടിച്ച് കൊടുക്കുന്നു. അയാൾ അപ്പം തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ സാധനം ഡെലിവറി ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ സാധനമില്ല. സാധനങ്ങളിൽ എന്താണ്, മിക്കവാറും എല്ലാ സിസ്റ്റംസും ബില്ലടിക്കുമ്പോഴാണ് സ്റ്റോക്ക് കുറയ്ക്കുക. ബില്ല് അടിക്കുന്നതിന് മുന്നേ എങ്ങനെ സ്റ്റോക്ക് കുറയ്ക്കും? ലോജിക്കലി പറ്റില്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ 2 ടൈപ്പ് ഓഫ് സ്റ്റോക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആക്ച്വൽ സ്റ്റോക്ക് ആൻഡ് അവൈലബിൾ സ്റ്റോക്ക്. അപ്പോൾ സെയിൽസ്മാനെ സംബന്ധിച്ച് ഈ 2 സ്റ്റോക്കും ബില്ലടിക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വൽ സ്റ്റോക്ക് 500 ആണെന്നും 500 എണ്ണം ഓൾറെഡി ഓർഡർ എടുത്തിട്ടുണ്ടെന്നും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി സ്റ്റോക്ക് ഇല്ല അയാൾക്ക് ബില്ല് ചെയ്യാൻ. ഇത് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ കസ്റ്റമർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സാറേ സ്റ്റോക്ക് നിലവിലില്ല, ഓർഡർ ചെയ്ത് വന്നാലേ ഉള്ളൂ, ഞാൻ ഓർഡർ ചെയ്ത് തരാം. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. പലയിടത്തും പ്രശ്നം എന്താണ്, ഇത് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാവാതെ വരുമ്പോഴത്തേക്കും കസ്റ്റമറും നമ്മൾ റിലേഷൻ ബ്രേക്ക് ആകും. ഇപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു വലിയ കമ്പനി അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ അവരുടെ രീതിയിലുള്ള ലോക്കൽ പെയിൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ കോൺഫിഗറേഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ രീതിയിൽ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇവിടെയാണ് ഇൻവാക്സ് ഓൾമോസ്റ്റ് അതിൻ്റെ പകുതി കാസ്റ്റാണ് നമുക്കത് കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിവിടെ നിൽക്കുന്ന ഒരു ലോക്കൽ ബേസിലാണ്. കാരണം ഇവിടുത്തെ ഓരോ ലോക്കലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള എല്ലാ കച്ചവടക്കാരുടെ പെയിൻസും നമ്മൾ കൃത്യമായി കഴിഞ്ഞ 20 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ പെയിൻസ് നമുക്ക് ഈസിലി. അതാണ് നേരത്തെ ഇപ്പോൾ അർജുൻ ചോദിച്ചല്ലോ, വലിയ വലിയ കമ്പനികൾ ഫ്ലോപ്പ് ആവുന്നതിൻ്റെ റീസൺ ഒറ്റ ബാക്കി പറഞ്ഞാൽ പ്രാദേശികമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ബിസിനസ്സിലെ ചില ഇഷ്യൂസ് ഉണ്ട്. ഇതൊന്നും ഒരിക്കലും ഇൻ്റർനാഷണൽ സോഫ്റ്റ്വെയറിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അക്സെപ്റ്റ് ചെയ്ത് ആ രീതിയിൽ സോഫ്റ്റ്വെയർ മാറ്റണമെങ്കിൽ അവർക്ക് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമേ അത് കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരം ക്ലയന്റുകളെയാണ് ഇൻവാക്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായും. അതായത് ഒരു ബിസിനസ്സിൽ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അതായത് അവരുടെ ബിസിനസ്സിൽ ഒരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും മീൻ ടൈം ഈ പറയുന്ന പോലത്തെ കുറേ ഇഷ്യൂസുകൾ അവർക്ക് അഡ്രസ്സ് ചെയ്യുകയും വേണം. പ്ലസ് അവിടെയുള്ള ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാർ, ഇത് വലിയൊരു കാര്യമാണ്, ആരാണിത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളത്, ശരിയല്ലേ? അതായത് ആര് ഉപയോഗിക്കണം എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ കോൺഫിഡൻറ്റ്. ഞാനിപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ അടുത്ത് മറ്റേ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ വലിയൊരു സാധനം കൊണ്ടു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ. അപ്പോൾ അവർക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഏത് കാര്യവും സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അവർ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും സോഫ്റ്റ്വെയർ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈവൻ ഓണറെ സംബന്ധിച്ചും വളരെ സിമ്പിളായിട്ട് ആ സാധനങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഒരു വലിയൊരു കമ്പനിക്ക് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം അവരൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫ്രെയിം ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴേക്ക് അവർക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പിന്നെ നമുക്കൊരു ഫ്രെയിം ഉണ്ട്, പക്ഷേ ആ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും പെയിൻ പോയിന്റ്സിനെ ബേസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.